തുടർച്ചയായി 6 മാസം പെൻഷൻ വിതരണം മുടങ്ങിയതിനാൽ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്ത് നിർധനരായ നിരവധി വയോധികർ. 7800ഓളം രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. എന്നാൽ കുടിശ്ശിക തുക എന്ന് വിതരണം ചെയ്യുമെന്നതിൽ വ്യക്തതയില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണം. സംസ്ഥാനത്ത് 58 ലക്ഷം ക്ഷേമ പെൻഷൻ വരിക്കാരാണുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതിനാൽ മരുന്നിന് പോലും പണം കണ്ടെത്താൻ ആകാതെ വിഷമത്തിലായിരിക്കുകയാണ് നിരവധി പേർ. 4600 കോടി രൂപയോളമാണ് കുടിശ്ശിക നൽകേണ്ടത്. അതേസമയം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യാനായി സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനിയുടെ കടവും കുമിഞ്ഞുകൂടുകയാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിനായി രൂപീകരിച്ചത്. കമ്പനിയുടെ കടം കുമിഞ്ഞുകൂടുമ്പോഴും കടം കുറയ്ക്കാൻ കാര്യമായ നടപടികളില്ല. കമ്പനി രൂപീകരിച്ച 2018 മുതൽ 4 വർഷങ്ങൾക്കുള്ളിൽ 32,000 കോടി രൂപയായിരുന്നു കടമെങ്കിൽ ഇപ്പോൾ 11,373 കോടി രൂപയോളമാണ് കമ്പനിയുടെ കടം. പലിശ ഉൾപ്പെടെ നല്ലൊരു തുകയാണ് കമ്പനിയുടെ കടബാധ്യത. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൺസോർഷ്യങ്ങളിൽ നിന്നും എടുത്ത വായ്പയാണ് പെൻഷൻ കമ്പനി തിരിച്ചടയ്ക്കാനുള്ളത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷനുള്ള പണം സമാഹരിക്കുന്നതിന് 2018-19 വർഷത്തിലാണ് പെൻഷൻ കമ്പനി രൂപീകരിക്കുന്നത്. തുടക്കത്തിൽ എല്ലാ മാസവും പെൻഷൻ നൽകാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് തുക കുടിശ്ശികയാവുകയായിരുന്നു. അതേസമയം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനാൽ ഇടുക്കിയിൽ പ്രതിഷേധവുമായി വയോധിക ദമ്പതികളും രംഗത്തെത്തി. അടിമാലി അമ്പലപ്പടിയിലാണ് സംഭവം. ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസുമാണ് ദയാവധത്തിന് തയ്യാറാണെന്ന ബോർഡ് ഇവർ നടത്തുന്ന പെട്ടിക്കടയിന് മുന്നിൽ സ്ഥാപിച്ചത്. കുളമാങ്കുഴി ആദിവാസി മേഖലയിൽ ഓമന ശിവദാസ് ദമ്പതികൾക്ക് ഭൂമിയുണ്ടെങ്കിലും വന്യമൃഗ ശല്യമുള്ളതിനാൽ ഇവിടെ നിന്ന് ആദായം ലഭിക്കുന്നില്ല. വന്യമൃഗ ആക്രമണമുള്ളതിനാൽ പെട്ടിക്കടയിൽ തന്നെയാണ് ദമ്പതികൾ കഴിയുന്നത്. പെട്ടിക്കടയിലെ വരുമാനം നിലച്ചതോടെ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലുമായി. ജീവിതമാർഗത്തിനുള്ള ഏക ആശ്രയം സർക്കാർ നൽകുന്ന പെൻഷനായിരുന്നു. പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായെന്നും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ചാനൽ 91.